ലോൺ കൊടുത്തിട്ടാണ് കമ്പനി റൺ ചെയ്യുന്നത്, പ്രതാപന് ആ ലോൺ തന്ന പൈസ തിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇൻകം ടാക്സുകാരെ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. പ്രതാപ, നീ എത്ര രൂപയാണ് കമ്പനിക്ക് വേണ്ടി ലോൺ കൊടുത്തിരിക്കുന്നത്, അത് ഏത് മുഖേനയാണ് നീ ലോൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സുകാർ ചോദിച്ചിട്ടുണ്ട് പ്രതാപനോട്. അപ്പോൾ പ്രതാപനെ ഇത് കള്ളക്കണക്കായിരുന്നു, ഇൻകം ടാക്സ് ഫയൽ ചെയ്തതും കള്ളക്കണക്കായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. മൊയ്തും കുട്ടി ആയാലും ബാരിക്ക ആയാലും ബിനു മാരാറായാലും ഫിജീഷ് ആയാലും മോളി ചേച്ചി ആയാലും അവസാനം വന്ന രാജേഷ് ആയാലും നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, എന്ത് ബിസിനസ് നടത്തിയിട്ടാണ് നിങ്ങളെ ലാഭവിഹിതം കൊടുത്തത്? കൺസൈൻമെൻറ്റ് അഡ്വാൻസിന് ലാഭവിഹിതം കൊടുക്കാൻ ഏതെങ്കിലും നിയമമുണ്ടോ? കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ നിങ്ങൾക്ക് RBIയുടെ മാസ്റ്റർ സർക്കുലറിൽ പറയുന്ന നിബന്ധനകൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. RBIയുടെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ബോണ്ടുകൾ ഇറക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് 8341 ആൾക്കാരെയാണ് ബോണ്ട് ഇറക്കി പറ്റിച്ചിരിക്കുന്നത്. ആ ബോണ്ടിൻ്റെ തുക തന്നെ 400 കോടി വരും. 400 കോടി. 16 ലക്ഷം ആൾക്കാരിൽ നിന്ന് ഡിജിറ്റൽ ID. 16 ലക്ഷം ആൾക്കാരിൽ നിന്ന് ഡിജിറ്റൽ ID. 16 ലക്ഷമല്ല, 16 ലക്ഷം ഡിജിറ്റൽ ഐഡികളാണ്. ജില്ലയിലൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ 40 ഡിജിറ്റൽ ID എടുക്കണം, 140 ഡിജിറ്റൽ ID എടുക്കണം എന്നൊക്കെ.